നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ വരെയാണ് പഠിച്ചു നിർത്തിയത്. ഇപ്പം നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു പറഞ്ഞത്? എഫ് ഓഫ് എക്സ് അപ്രോച്ചിങ് ടു എൽ ആസ് എക്സ് അപ്രോച്ചിങ് ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എക്സ് നോട്ടിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് എല്ലിലോട്ട് അപ്രോച്ച് ചെയ്യണം. അങ്ങനെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഇനി ലിമിറ്റ് ഇല്ലാത്ത കേസ്, അതായത് നമുക്കൊരു എല്ലാ കേസിലും ലിമിറ്റ് ഉണ്ടായിരിക്കുമോ അങ്ങനെ? അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എക്സ് നോട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാ കേസിലും ലിമിറ്റ് ഉണ്ടാവുമോ ഉണ്ടാവില്ലേ എന്നുള്ളൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവാം അല്ലേ. അപ്പോൾ ചില കേസിൽ നമുക്ക് ലിമിറ്റ് ഇല്ലാത്ത ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ പഠിക്കുകയാണ്. ലെറ്റ് യു ഓഫ് എക്സ് ഡിനോട്ട് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ലെസ് ദാൻ 0 ആൻഡ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ആ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? യു ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ലെസ് ദാൻ 0 ആൻഡ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഗ്രാഫ്, നമുക്ക് ഏതൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയാണ്? എക്സ് വൈ ആക്സിസുകൾ നമ്മൾ വരച്ചു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് ലെസ് ദാൻ 0 ആവുന്ന കേസ്. എക്സ് ലെസ് ദാൻ 0 ആവുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നിങ്ങോട്ടുള്ള പോയിന്റുകൾ. ഈ പോയിന്റിൽ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 0 ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലൈൻ തന്നെയാണ്. നമുക്ക് 0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടോ? ഇവിടെ ഇല്ല അല്ലേ. 0 എന്ന് പറയുന്ന പോയിന്റിലില്ല. 0ൽ പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മുതൽ അങ്ങോട്ട്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വാല്യൂസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 to 1 ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒന്നും ഉണ്ടായിരുന്നില്ല. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ, അതായത് എക്സ് -1 ആകുമ്പോൾ, എക്സ് -2 ആകുമ്പോൾ, എക്സ് -3 ആകുമ്പോൾ എപ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0, x1, x2, x3 ഒക്കെ ആവുന്ന കേസിലൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 1. സോ അതിൽ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ നമുക്ക് ഈ ഒരു ലൈനും കിട്ടി. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു x0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് നോക്കേണ്ടത്? എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ്. അതായത് ഞാൻ ഈ ഒരു ആർബിട്രറി പോയിന്റ് ചൂസ് ചെയ്തു 0 എന്ന് പറയുന്നത്. ഈ 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഗിവൺ ഫംഗ്ഷന് ഒരു ലിമിറ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതായത് 0ലോട്ട് വരുന്ന അപ്രോച്ച് ചെയ്യുക അല്ലേ. നമ്മൾ എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു അല്ലേ. ഇപ്പം ഞാൻ 0ലോട്ട് ഈ ഒരു വേയിലൂടെ അപ്രോച്ച് ചെയ്യാണ്. അതായത് ഈ ഒരു ഇങ്ങനെ 0ലോട്ട് അപ്രോച്ച് ചെയ്യുക. ഇങ്ങനെ 0ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതായത് 0 അല്ലേ. ആ ഭാഗത്ത് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഞാൻ ഫംഗ്ഷന് ഈ ഒരു സൈഡിലൂടെ അപ്രോച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഇവിടെ വാല്യൂസ് എന്താണ്? 1 ആണ് വരുന്നത് അല്ലേ. അതൊന്നുമില്ല, നമുക്ക് 0നോട് അതായത് നെഗറ്റീവ്, നമ്മൾ 0യിലുള്ള ലിമിറ്റാണ് കണ്ടുപിടിക്കുന്നത്. സോ 0ലോട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വരികയാണ്. അതായത് നമുക്കിപ്പോൾ -0.5, -0, ഓക്കെ, അതേമാതിരി -0.4, ഇങ്ങനെ -0.1 അങ്ങനെ -0.001 ഇങ്ങനെയൊക്കെയുള്ള പോയിൻറ്റ്സ്, അതായത് 0ലോട്ട് അടുത്തോട്ട് വരികയാണ്. നമ്മൾ ഏത് ഡയറക്ഷനിൽ, ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ അടുത്തടുത്ത് വരുന്ന പോയിൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിൻറ്റ്സിനൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ വരിക? 0 ആണ് വരിക അല്ലേ. ഇനി നമ്മൾ ഈ ഒരു രീതിയിലൂടെ അപ്രോച്ച് ചെയ്ത് വരുമ്പോൾ, അതായത് ഫംഗ്ഷന് 0.1, അതേപോലെ 0.01, 0.2, 0.003 അല്ലേ. അതായത് ഇവിടെയുള്ള പോസിറ്റീവായിട്ടുള്ള 0നോട്ട് അടുത്തോട്ട് വരുന്ന വാല്യൂസ്, നമ്മളിതിൻ്റെ ഏത് വാല്യൂസ് കൊടുക്കുമ്പോഴും നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ നമുക്ക് വരുന്നത്? 1 ആണ് വരുന്നത് അല്ലേ. അതായത് നമ്മൾ ഒരു വേയിലൂടെ, അതായത് ഈ ഒരു വേയിലൂടെ 0നെ അപ്രോച്ച് ചെയ്യുമ്പോൾ 0യും ഈ ഒരു വേയിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ 1ഉം. അപ്പം നമുക്കൊരു സിംഗിൾ വാല്യൂ അല്ലേ, 0ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ വാല്യൂലോട്ട് ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അല്ലേ.
പറയാൻ പറ്റുന്നില്ല. പിന്നെന്താണ് ഈ ഒരു സീറോ നമ്മൾ സീറോയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സീറോ ടു 1 എന്ന് പറയുന്ന ഫങ്ഷൻ സീറോയിൽ എന്ത് ചെയ്യാണ്, സീറോയിൽ നിന്ന് 1 ഒരു ചാട്ടം ചാടുന്നുണ്ട്, ഒരു ജമ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഫംഗ്ഷൻ ഇതുവരെ 0 വന്നിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 മാറി പിന്നെ അവിടുന്ന് ഗ്രാഫ് അങ്ങനെ പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, x=0 നമുക്ക് എന്തില്ല, ഈ ഒരു ഫംഗ്ഷന് എന്താ പറയുക ലിമിറ്റ് ഇല്ല എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എക്സ് അപ്രോച്ചിങ് ടു 0 ആവുന്ന കേസ്, അതായത് ഈ ഒരു നെഗറ്റീവ് നമ്പേഴ്സായിട്ട് നെഗറ്റീവ് വാല്യൂസിലൂടെ നമ്മൾ 0 അപ്രോച്ച് ചെയ്യാമെന്ന് വരുന്ന സമയത്ത് നമ്മൾ u(x) എന്ന് പറയുന്നത് ടെൻഡിങ് ടു 0 എന്നും, അതുമാതിരി തന്നെ പോസിറ്റീവ് വാല്യൂസിലൂടെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടേക്ക് വരും u(x) എന്ന് പറയുന്നത് ടെൻഡിങ് ടു 1 ആണ്. അപ്പം ഇങ്ങനെ അതായത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 വാല്യൂസിലോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഒരു സിംഗിൾ പോയിന്റിലോട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇങ്ങനെയായിരുന്നു u(x) കൺവേർജിങ് ടു 1, ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പോയിന്റ് ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയായിരുന്നു അല്ലേ. അതായത് x=0 ലിമിറ്റ് പോയിന്റ് ആയിരുന്നു പറയാൻ പറ്റുമായിരുന്നു. ഇതിവിടെ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്തില്ല, ഈ ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല എവിടെ, x=0 എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കത് കുറച്ചുകൂടി പറയണം. The value of u(x) jumps from 0 to 1 at x=0. For negative values of x arbitrary close to 0, u(x)=0. Where positive values of x arbitrary close to 0 ആകുമ്പോൾ u(x) എന്ന് പറയുന്നത് will approach equal to 1 ആണ്. Hence there is no single value L approaches u(x). അപ്രോച്ച്ഡ് ബൈ u(x) എന്ന് പറയുന്നത്, അതായത് അവിടെ ഒരു സിംഗിൾ വാല്യൂ, അതായത് നമ്മൾ x0 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് u(x) അപ്രോച്ചിങ് ടു എ സിംഗിൾ വാല്യൂ L എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ പറ്റാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, u(x) ഹാസ് നോ ലിമിറ്റ് അറ്റ് x=0 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലിമിറ്റ് ഇല്ലാത്ത ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കണം. ഇനി ഇതേമാതിരി തന്നെ നമ്മൾ പറയുന്ന വേറൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് φ(x)=1/x if x≠0 ആൻഡ് 0 if x=0 എന്ന കേസിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ x=0 ആവുന്ന കേസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0. അപ്പോൾ ഇവിടെ നമ്മൾ ഡോട്ട് എടുത്തു അല്ലേ. ഇനി 1/x എന്ന് പറയുന്നത് 1/x ബാക്കിയുള്ള x0 അല്ലാത്ത കേസിലൊക്കെ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/x ആണ് വരും അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റുകളും നോക്കുകയാണ്. അപ്പോൾ 1/1, അതുമാതിരി 1/2, 1/3, 1/4, അതായത് x=1, 2, 3, 4 എന്നൊക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂസ് നമുക്ക് ഇങ്ങനെ വരാം. അങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൽ വരും. ഓക്കെ, ഇനി ഇതൊക്കെ നെഗറ്റീവ് -1, -1/2 എക്സിന് -1, -2, -3, -4 എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് വരും, -1/2, -1/3, -1/4 എന്നൊക്കെ വരും അല്ലേ. ആ പോയിന്റ്സ് ഒക്കെ പാടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൽ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രാഫ് ഓർത്ത് വയ്ക്കാം. φ(x) എന്താണ് 1/x if x≠0 and 0 if x=0 എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഏതൊരു ഫോമിലാണ്, ഈ ഒരു ഫോമിലാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 0യിലേക്ക്, അതായത് എക്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ x0 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് എവിടത്തോട്ടാണ് വരുന്നതെന്ന് നോക്കണം. ഓക്കെ, അതായത് ലിമിറ്റ് ഉണ്ടോ എന്നാണ്. അപ്പോൾ നമുക്ക് അറ്റ് x=0 എന്ന് പറയുന്ന പോയിന്റിൽ ഗിവൺ ഫംഗ്ഷൻ φ(x)ന് ഒരു ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മളിവിടെ നോക്കണം. നെക്സ്റ്റ്, അപ്പം നമുക്ക് എന്ത് ചെയ്യണം, 0 അപ്രോച്ച് ചെയ്യണം. അപ്പം ഞാൻ നെഗറ്റീവ് വാല്യൂസിലൂടെ 0 അപ്രോച്ച് ചെയ്യാണ്. അങ്ങനെ നെഗറ്റീവ് വാല്യൂസിലൂടെ 0 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോർ നെഗറ്റീവ് വാല്യൂസ് ഓഫ് x അപ്രോച്ചിങ് ടു 0 φ(x) ടെൻഡിങ് ടു -∞. അതായത് φ(x) എന്ന് പറയുന്നത് എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങനെ പോയോണ്ടേയിരിക്കുക. ഈ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് എങ്ങനെ പോയോണ്ടേയിരിക്കുകയാണ്. സോ അത് എവിടേക്കാണ് പോകുന്നത്, ഈ എൻഡ് എന്താ -∞, മുകളിലത്തെ എൻഡ് എന്തായിരിക്കും +∞ ആയിരിക്കും.
ഇനി നമ്മൾ സീറോയിലോട്ട് നമ്മൾ എങ്ങനെ ചെയ്യാണ്, പോസിറ്റീവ് വാല്യൂസിലൂടെ നമ്മൾ സീറോയിലേക്ക്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പോവാണ്, ഇങ്ങനെ ടച്ച് ചെയ്യില്ല, ആ ഒരു വൈ ആക്സിസിനെ ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ മേലോട്ട് പോയിട്ട് നമുക്ക് എവിടേക്ക് എത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്, നമുക്കറിയില്ല ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിൻ്റ് ഏതാണ്, മുകളിലോട്ട് ഇങ്ങനെ എൻലാർജ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്, പ്ലസ് ഇൻഫിനിറ്റിയിലോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മളവിടെ പറയുന്നത്. അതായത് ഫോർ പോസിറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് അപ്രോച്ചസ് ടു സീറോ ഫൈ ഓഫ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്, എക്സ് എന്ന് പറയുന്നത് സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാല്യൂയിലോട്ട് സിംഗിൾ വാല്യൂയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോയിൽ നമ്മുടെ ഗിവൻ ഫംഗ്ഷന് എന്തില്ല, ഒരു ലിമിറ്റ് ഇല്ല എന്നാണ് നമുക്കവിടെ പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്, നമ്മുടെ ഗിവൻ ഫംഗ്ഷൻ അവിടെ ഒരു ലിമിറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ലിമിറ്റ് ഇല്ലാത്ത അടുത്തൊരു ഫംഗ്ഷന് കൂടി എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ 2 പാത്തിലൂടെ സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യാൻ, ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിന് നെഗറ്റീവ് വാല്യൂസിലൂടെ സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യാനും, ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിന് പോസിറ്റീവ് വാല്യൂസിലൂടെ സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഫംഗ്ഷന് കൂടി ഉണ്ട്. ഒരു ഫംഗ്ഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ഗ്രാഫ് എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട ഒരു ഫംഗ്ഷനാണ്. ദ ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് സൈൻ 1/x ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് സൈ ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പം നമുക്കത് വരയ്ക്കാം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന കേസിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും വരും, 0 ആയിട്ട് വരും. ഓക്കെ, ഇനി സൈൻ 1/x എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0, അതായത് നമ്മൾ എക്സിന് വാല്യൂസ് നമ്മൾ കൊടുക്കുക 0.1, 0.2, 0.3, 0.4, അങ്ങനെ 1, 2, 3, 5 അങ്ങനെ നമ്മൾ വാല്യൂസ് കൊടുക്കുക. നമ്മൾ എക്സിന് ഓരോ വാല്യൂസ് കൊടുത്തിട്ട് നമ്മൾ ഈ സൈൻ 1/xൻ്റെ വാല്യൂസ് കാൽക്കുലേറ്ററിൽ, അതായത് സൈൻ 1/0.1 എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതുമാതിരി സൈൻ 0.2 സൈൻ 1/0.2 അങ്ങനെ ഓരോ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്ററിലൊക്കെ ഇട്ട് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. അങ്ങനെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ അറിയും അല്ലേ. അപ്പോൾ അങ്ങനെ വാല്യൂസ് കിട്ടി നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്ക് ഇവിടുന്ന് 0 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫാണ്. ഓക്കെ, ഇത് 1ൻ്റെയും -1ൻ്റെയും ഇടയിൽ മാത്രമാണ് നമുക്ക് ഈ വാല്യൂസ് വരുള്ളൂ, അതിന് പുറത്തോട്ട് വരില്ല. എന്താണ് 1ൻ്റെയും -1ൻ്റെയും ഇടയ്ക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എപ്പോഴും 1ഉം മിനിമം വാല്യൂ എപ്പോഴും -1 മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് -1 to 1 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അറ്റ് ദ പോയിന്റ് 0ൽ, അതായത് 0 എക്സ് അപ്രോച്ചിങ് ടു 0 ആവുന്ന കേസിൽ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. എന്താ ചെയ്യുന്നത്, എക്സ് 0ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, നെഗറ്റീവ് വാല്യൂസിലൂടെ നമ്മൾ 0ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് അല്ലേ. ഇനി നമ്മൾ പോസിറ്റീവ് വാല്യൂസിലൂടെ നമ്മൾ 0ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നുണ്ടോ, ഇല്ല. എന്താണ് കാരണം, നമ്മൾ ഈ ഒരു സൈഡിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യാണ്, 0ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫ് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ ഗ്രാഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഓസിലേറ്റ് ചെയ്യാണ് അല്ലേ. ഇൻ ബിറ്റ്വീൻ എവിടെയാണ്, 1ൻ്റെയും -1ൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ട് ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഓസിലേറ്റ് ചെയ്ത് വരുന്നു. ഓസിലേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതുണ്ടോ, കണ്ടിന്യൂസ്ലി
നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ എന്ന് പറയാൻ പറ്റുന്നില്ല അവിടെയും. അതായത് നമുക്ക് പോസിറ്റീവ് വാല്യൂസിലൂടെ നമ്മൾ സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ചിലപ്പോൾ ഇവിടെ -1 ആണെങ്കിൽ പിന്നെ ഇവിടെ ഇത്രയും പോയിന്റ് ആയിരിക്കാം, അടുത്തൊരു വാല്യൂവിൽ ഇവിടെ ഉള്ള പോയിന്റ് ആയിരിക്കാം, അടുത്തൊരു വാല്യൂവിൽ ഇവിടെ ഉള്ള പോയിന്റ് ആയിരിക്കും ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതായത് നമ്മൾ പോസിറ്റീവ് വാല്യൂസിലൂടെ സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ψ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് -1നും 1നും ഇടയ്ക്ക് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെയും അതായത് u(x) ഈസ് ഈക്വൽ ടു എ പെർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പോയിന്റ് എന്ന് നമുക്ക് ആ ഒരു കേസിലും പറയാൻ പറ്റില്ല. അങ്ങനെ വരുന്ന കേസാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ψ(x) ഈസ് ഈക്വൽ ടു 0 ഇഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും ആൻഡ് sin 1/x ഇഫ് x ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന് എന്തില്ല, ഹാസ് നോ ലിമിറ്റ് അറ്റ് ദ പോയിന്റ് x is equal to 0. x is equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു ഗിവൺ ഫംഗ്ഷന് എന്തില്ല, ഒരു ലിമിറ്റ് ഇല്ല എന്നാണ് നമുക്ക് പറയാം. ഇനി നമുക്കിത് വേർഡ്സിൽ എഴുതണം എന്തുകൊണ്ടാണ് ലിമിറ്റ് ഇല്ലാത്തത് എന്നുള്ളത്. അതിന് റീസൺ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The values of ψ(x) oscillate between +1 and -1 in every open interval containing 0 എന്ന് പറയുന്നത്. The values do not stay close to any real number. That is, the value എന്ന് പറയുന്നത് do not stay close to any real number and hence the function ψ(x) has no limit at x is equal to 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. ഒരു ഓപ്പൺ ഇൻ്റർവൽ, സീറോനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ψ(x)ൻ്റെ വാല്യൂ 1നും -1നും ഇടയ്ക്ക് ഓസിലേറ്റ് ചെയ്യുന്നു. അതായത് 0 ഇതല്ലേ 0 എന്ന് പറയുന്ന പോയിന്റ്, ഞാൻ ഇവിടെ ഡോട്ട്, അതാണ് 0 എന്ന് പറയുന്ന പോയിന്റ്. അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഞാൻ ഒരു ഓപ്പൺ ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ സൈനിൻ്റെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, നമുക്കിവിടെ കാണുന്നുണ്ട്. ഇതിങ്ങനെ 1നും -1ൻ്റെ ഇടയ്ക്ക് ഓസിലേറ്റ് ചെയ്ത് പോയതുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ഈ u(x) എന്ന് പറയുന്നത് അതായത് ഒരു സിംഗിൾ വാല്യൂവിൽ ഉറച്ചു നിൽക്കുന്നില്ല. u(x) is equal, അതായത് 0 ആ ഒരു ഇൻ്റർവെല്ലിൽ u(x) ഈസ് ഈക്വൽ ടു എ സിംഗിൾ വാല്യൂ എന്ന് പറയുന്ന ഫോമിലല്ല വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ഡു നോട്ട് സ്റ്റേ ക്ലോസ് ടു എനി റിയൽ നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടായത്, ഈ ഫംഗ്ഷന് ഒരു ലിമിറ്റ് അറ്റ് x is equal to 0 ഉണ്ടാവാതിരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളായിരുന്നു. ഇപ്പം നമ്മൾ 3 ഫംഗ്ഷൻസ് പഠിച്ചു. 3 ഫംഗ്ഷൻസിനും x is equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ എന്തില്ലായിരുന്നു, ലിമിറ്റ് ഇല്ലാത്ത 3 ഫംഗ്ഷൻസാണ് പഠിച്ചു വെച്ചത്. അപ്പോൾ ആ ഫംഗ്ഷൻസ് പഠിച്ചു വയ്ക്കാം, അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം. എന്തുകൊണ്ടാണ് x is equal to 0 നമുക്ക് അതിന് ലിമിറ്റ് ഇല്ലാതിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വേർഡ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ വേർഡ്സ് എന്ന് പറയുന്നത് ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലമാണ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രോബ്ലം നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ ഇനി അങ്ങോട്ട്, അതായത് നമ്മൾ ഓരോ സെക്ഷൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പുതിയ പുതിയ മെത്തേഡുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞ മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ പ്രോബ്ലം പറയുന്നത് ഇങ്ങനെയാണ്, യൂസിങ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ ഗസ് ദ ഫോളോയിങ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂസിങ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് ഉപയോഗിച്ചിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ്, അതായത് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്ന മെത്തേഡിലെ ഗ്രാഫ് വരഞ്ഞ്, അതായത് അതായത് ആ പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ x is equal to 0 ആണ് നമ്മൾ എടുക്കാറെങ്കിൽ, അതായത് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും അതേമാതിരി തന്നെ ഫംഗ്ഷൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും എന്താണ് ഫംഗ്ഷന് വാല്യൂ, ഒരു സിംഗിൾ വാല്യൂ ഉണ്ടോ നോക്കി, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ L എന്ന് പറഞ്ഞ ലിമിറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അല്ലാതെ വേറെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വേർഡ് ഓർത്ത് വയ്ക്കാം, യൂസിങ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ലിമിറ്റ് x ടെൻഡിങ് ടു 3 x² - 9 ഡിവൈഡഡ് ബൈ x - 3 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മളിവിടെ f(x) is equal to എന്താണെന്ന് എടുക്കുക, f(x) is equal to x² - 9 ഡിവൈഡഡ് ബൈ x - 3 എന്ന്
എന്ന് നമ്മൾ എഫ് ഓഫ് എക്സ് എടുക്കുക. ഓക്കെ, അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സ് അപ്രോച്ചിങ് ടു 3 ആവുന്ന കേസിൽ എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ആ എഫ് ഓഫ് എക്സ് അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ ആയിരിക്കും നമ്മൾ എന്താ പറയുന്നത് ലിമിറ്റ് അതെന്ന് പറയുക. അതിനെയാണ് ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ പറയുകയാണ് ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്നത് ഡിഫൈൻ ചെയ്തു x² - 9 ഡിവൈഡഡ് ബൈ x-3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനൊരു എക്സ് വൈ പ്ലെയിൻ വരച്ചതാണ്. ഒരു മിനിറ്റ് മാറ്റി വരയ്ക്കും. അപ്പോൾ ഞാനൊരു XY പ്ലെയിൻ വരച്ചു. സോ ഞാൻ ഇതിലെ പോയിന്റ് ഇവിടെയാണ് 3 എന്ന് പറയുന്ന പോയിന്റ് നമ്മളെടുത്ത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, 3 നമുക്ക് ഈ ഒരു സൈഡിലൂടെ അപ്രോച്ച് ചെയ്തിട്ട് വരണം. അതേമാതിരി ഈ സൈഡിലോട്ട് നമുക്ക് 3 അപ്രോച്ച് ചെയ്ത് വരണം. അപ്പോൾ 3ൻ്റെ നൈബർ ആയിട്ടുള്ള പോയിന്റ്സുകൾ നമ്മൾ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3ൻ്റെ നൈബർ ആയിട്ടുള്ള പോയിന്റ്സ് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് x ആക്സിസും ഇത് y ആക്സിസും ആയിട്ട് എടുത്ത്. സോ നമ്മളിവിടെ 3 എന്ന് എടുത്തു. അപ്പോൾ 3ൻ്റെ അപ്പുറത്തുള്ള ജസ്റ്റ് ഒരു പോയിൻ്റാണ് 3.001 എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് 3.01, നെക്സ്റ്റ് പോയിന്റ് 3.1 ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് 3.5 എന്ന്. ഇനി ഇതാണ് നമ്മളിപ്പോൾ 3 എടുത്തത്. പിന്നെ നമ്മൾ ഇവിടെയുള്ള പോയിന്റ്സ് 3ൻ്റെ തൊട്ട് താഴെയുള്ള പോയിന്റ് നമുക്ക് 2.999 എന്ന് പറഞ്ഞൂടെ. പിന്നെയും തൊട്ട് താഴെയാണ് ഇതിവിടെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കുറച്ച് ഡിസ്റ്റൻസിൽ വരയ്ക്കുന്നത്. 2.99 എന്ന് എഴുതി. പിന്നെ അതേമാതിരി തന്നെ 2.9 അങ്ങനെയുള്ള ഓരോന്ന് വരും. അതായത് നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ, അതായത് 3 ഇങ്ങനെ അപ്രോച്ച് വരുന്ന സമയത്ത് കുറച്ച് വാല്യൂസ് നമുക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം. ഞാൻ കുറച്ച് വാല്യൂസ് ചൂസ് ചെയ്തു. അതുമാതിരി തന്നെ എക്സിനെ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് വാല്യൂസ് എടുക്കുകയാണ്. അപ്പോൾ ആ വാല്യൂസിനെ ഞാൻ ടേബിളിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാണ് നമ്മൾ എക്സിൻ്റെ വാല്യൂസ്. അതായത് എക്സ് എന്ന് പറയുന്നത് 3 അപ്രോച്ച് ചെയ്യുന്ന സമയത്തുള്ള ഓരോ വാല്യൂസുമാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ആ വാല്യൂസൊക്കെ എടുത്ത് വെച്ചു. ഇനി ഓരോ വാല്യൂസിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് നമ്മളിവിടെ എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇവിടെ നോക്ക്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് x² - 9 ഡിവൈഡഡ് ബൈ x-3 എന്നാണ് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2.5 ആകുമ്പോൾ ഇതെങ്ങനെ എഴുതണം, നമുക്ക് എഫ് ഓഫ് 2.5 ഈസ് ഈക്വൽ ടു നമുക്ക് 2.5 all square minus 9 divided by 2.5 minus 3 എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റർ അടിച്ചൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 5.5 എന്ന് കിട്ടും. ഇനി അതേമാതിരി തന്നെ അടുത്തൊരു പോയിന്റ് 2.9 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് 2.9 എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സിന് പകരം 2.9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2.9 all square minus 9 whole divided by 2.9 minus 3 എന്ന് നമ്മൾ ചെയ്യാം. ഓക്കെ, എന്താ ചെയ്യേണ്ടത്, 2.9 minus 3. എന്നിട്ട് നമ്മൾ അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5.9 എന്ന് കാൽക്കുലേറ്റർ അടിച്ചിട്ട് അങ്ങനെ ബാക്കി എല്ലാ വാല്യൂസിനും 2.99 2.99 3 3.1 അങ്ങനെയുള്ള 3.001 അങ്ങനെ എല്ലാ വാല്യൂസിനും നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടേബിൾ വാല്യൂസിൽ ഈ വാല്യൂസൊക്കെ എന്താണ് ചെയ്യുന്നത്, എക്സ് എന്ന് പറയുന്നത് 3 അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂസൊക്കെ നോക്കിക്ക് ഇവിടെ 5.5 5.9 5.99 5.99 6.1 6. ഇപ്പം നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇപ്പം ഞാനിതൊരു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇവിടെ അടുത്തുള്ള പോയിന്റ് ആയിരിക്കും എന്ത് 6.001. പിന്നെ അതിൻ്റെ കുറച്ചുകൂടി അപ്പുറത്തേക്കുള്ള ഒരു പോയിന്റ് ആയിരിക്കും ഈ ഒരു പോയിന്റ് 1. സോ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു പോയിന്റാണ് കിട്ടിയത് നമുക്ക് ഈ ഒരു പോയിന്റിന്. പിന്നെയും അതിൻ്റെ ഒരു അപ്പുറത്തേക്കുള്ള ഒരു പോയിന്റാണ് നമുക്ക് 6.5 എന്ന് പറയുന്നത് കിട്ടിയത്. ഇനി അതേമാതിരി തന്നെ 5.99 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഉള്ള തൊട്ട് പോയിന്റ്, പിന്നെ ഇവിടുത്തെ കുറച്ചുകൂടി അപ്പുറത്താണ് ഈ ഒരു പോയിന്റ്, ദെൻ നെക്സ്റ്റ് ആണ് ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തിലോട്ടാണ് അപ്രോച്ച് ചെയ്ത് വരുന്നത്, 6 അപ്രോച്ച് ചെയ്ത് വരുന്നത് അല്ലേ. അതായത് ഈ ഒരു ഡയറക്ഷനിൽ വരുമ്പോൾ നമുക്ക് 6 ഈ ഒരു ഡയറക്ഷനിൽ വരുമ്പോഴും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിലോട്ടാണ് അപ്രോച്ച് ചെയ്ത് വരുന്നത്,
6 അപ്രോച്ച് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം, 6 ആണെന്ന് പറയാം. അല്ല സോറി, ഈ ലിമിറ്റ് എന്ന് പറയുന്നത്, അതായത് എക്സ് 3 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 6 അപ്രോച്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3 x² - 9 ഡിവൈഡഡ് ബൈ x - 3 = 6 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം നമ്മളോട് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുത്തു, x² - 9 ഡിവൈഡഡ് ബൈ x - 3. ഇനി ഇവിടെ x = 3 ആവുന്ന സമയത്ത്, അതായത് x = 3 ആവുന്ന സമയത്ത് x - 3 എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 - 3 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത്, അപ്പോൾ ഡിവിഷൻ ബൈ 0 എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ അല്ലേ. നമുക്കൊരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യം നമുക്ക് ശരിയാവില്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പറിനും ഡിഫൈൻഡ് ആണ്, എക്സെപ്റ്റ് 3ക്ക് മാത്രം ഡിഫൈൻഡ് അല്ല. ഓക്കെ, അതാണ് നമ്മളോട് പറഞ്ഞത്. അതായത് ഡിനോമിനേറ്ററിൽ നമുക്ക് 0 വരാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തല്ല, ആ ഒരു ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെറ്റ് നമ്മൾ എഴുതേണ്ടത്, എക്സാമിനൊക്കെ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് x² - 9 ഡിവൈഡഡ് ബൈ x - 3. ദെൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ഫോർ ആൾ വാല്യൂസ് എക്സെപ്റ്റ് x = 3 എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ടേബിൾ വാല്യൂസ് എടുക്കുക. അതായത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. അതായത് x എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് 3 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത്, അതാണ് കമ്പ്യൂട്ടിങ് ദ വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ സം വാല്യൂസ് ഓഫ് എക്സ് നിയർ 3 എന്ന് പറയുന്നത്. നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, എക്സ് എന്ന് പറയുന്നത് 3 അടുത്തടുത്ത് വരുമ്പോൾ, ഓക്കെ, അതാണ് as x closer and closer to 3 ആവുന്ന സമയത്ത് f of x gets closer and closer to 6 എന്ന് പറയുന്നത് അല്ലേ. അതായത് x 3 അടുത്തടുത്ത് വരുന്ന സമയത്ത്, അതായത് 3 അടുത്തടുത്ത് വരുന്ന സമയത്ത് f of x എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്തിനോട് അടുത്തടുത്താണ് വരുന്നത്, 6 അടുത്തടുത്താണ് വരുന്നത്. സോ f of x അപ്രോക്സിമേറ്റ് 6 for some x close to 3, അതായത് x 3 അടുത്തടുത്ത് വരുന്ന സമയത്ത് f of x അപ്രോക്സിമേറ്റ്ലി അത് നമ്മൾ എന്തിനോട് അടുത്ത് വരുന്നു, 6 അടുത്ത് വരുന്നു. സോ നമ്മൾ അതിൻ്റെ ലിമിറ്റ് എന്താണെന്ന് ഗസ് ചെയ്യാണ് ഇവിടെ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3 x² - 9 ഡിവൈഡഡ് ബൈ x - 3 = 6 എന്ന് പറയുന്നത്. സോ ഈ ലിമിറ്റ് നമുക്ക് എന്തായിട്ട് കിട്ടി, 6 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ അടുത്തത് ഇതേമാതിരി അടുത്തത് നമുക്ക് എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 1/4x - 2 എന്ന് പറയുന്ന സംഖ്യ. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇവിടെ ഫംഗ്ഷൻ പറയണം. അതായത് ലെറ്റ് എഫ് ഓഫ് എക്സ് എന്താ പറയുക 1/4x - 2 എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണ്. ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിനോമിനേറ്ററിലുള്ള ടേം = 0 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 4x - 2 = 0 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അതിന് വരുമ്പോൾ നമുക്ക് എന്ത് വരും, 4x = 2 എന്ന് വരും. സോ എക്സ് നമുക്ക് എന്ത് വരും, 2/4 എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് = 1/4x - 2 എന്ന് പറയുന്നത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. അതാണ് എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ഫോർ ആൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് എവിടെ, അറ്റ് x = 1/2. x 1/2 ആവുന്ന കേസിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. കാരണം എന്താണ്, ഡിനോമിനേറ്ററിൽ 0 വരും. സോ 1/0 വരും. 1/0 എന്ന് പറയുന്നത് നമുക്ക് എന്തല്ല, ഡിഫൈൻഡ് അല്ല, വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് നമ്മളോട് പറഞ്ഞത്, വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതെന്ത് ചെയ്യാം, ആ ഒരു പോയിന്റിൽ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മളിവിടെ എഫ് ഓഫ് 4 എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം. ഇനി നമ്മൾ പറയുന്നത് ഓരോ വാല്യൂസ്, നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂസിലെ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ലിമിറ്റ് എവിടേക്കാണെന്ന് നമ്മൾ എടുത്തിരുന്നത് എക്സ് ടെൻഡിങ് ടു 4 എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ എവിടെ, ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്തായിരുന്നു, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 4. അപ്പോൾ 4 അപ്രോച്ച് ചെയ്ത് വരുന്ന നമുക്ക്
വാല്യൂസ് എടുക്കണം അല്ലേ. അതായത് അടുത്ത് വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ 4നെ ഈ സൈഡിലൂടെ അപ്രോച്ച് ചെയ്ത് വരണം, ഈ സൈഡിലൂടെ അപ്രോച്ച് ചെയ്ത് വരുന്ന പോയിന്റ്സ് എടുക്കുക. അപ്പോൾ 4ന് തൊട്ട് ഉള്ള പോയിന്റ്സുകൾ ഏതൊക്കെയായിരിക്കും? 3.999, 3.9, 3.99, 3.5 എന്നൊക്കെ പറയുന്ന പോയിന്റ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നതും 4.001, 4.01 അങ്ങനെയുള്ള ഓരോ പോയിന്റ് എടുത്തു. ഇനി ആ ഓരോ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. എങ്ങനെയാണ് ഫംഗ്ഷന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇവിടെ? അതായത് നമുക്ക് എന്താ എടുത്തിട്ടുണ്ടായിരുന്നു? നമ്മൾ f(x) = 1/4x-2 എന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം നമ്മൾ f(3.5) കാണും. അപ്പം f(3.5) എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? 1/4 × 3.5 - 2. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 1/12 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങളങ്ങനെ കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്തത് നമ്മൾ f(3.9) കണ്ടുപിടിക്കുക. അതിന് വരുമ്പോൾ നമുക്ക് എന്താ വരിക? 1/4 × x-ന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 3.9 - 2. അങ്ങനെ ചെയ്ത് വരുമ്പോൾ 1/13.6 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഓരോ വാല്യൂസ് നമ്മൾ ഇതേമാതിരി എന്ത് ചെയ്യാം? കണ്ടുപിടിക്കുക. ഓക്കെ, ഫ്രാക്ഷണലായിട്ട് തന്നെ കണ്ടുപിടിക്കണം, അല്ലാതെ ഓക്കെ, ഇവിടെ ഒരു ഫ്രാക്ഷണലായിട്ട് മാത്രം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കിക്കേ, ഇതെന്ന് പറയാം. അതായത് എക്സിൻ്റെ വാല്യൂസ് 4നോട് അപ്രോച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എവിടത്തോട്ടാണ് പോകണം അല്ലേ? 1/13.6 എവിടേക്ക് അത് അപ്രോച്ച് ചെയ്ത് വരുന്നത് നോക്കിക്കേ. 1/14 നമുക്കിത് അപ്രോച്ച് ചെയ്ത് വരുന്നത് അല്ലേ. അതായത് എക്സ് ഗെറ്റ്സ് ക്ലോസർ ടു ക്ലോസർ. എക്സ് എന്ന് പറയുന്നത് 4നോട് അടുത്തടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരുന്നു? f(x) എന്ന് പറയുന്നത്. f(x) ഗെറ്റ് ക്ലോസ് ടു ക്ലോസ് എന്ന് പറയുന്നത് 1/14 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? f(x) അപ്രോക്സിമേറ്റ്സ് 1/14 ഫോർ എക്സ് അപ്രോച്ചിങ് ടു 4. എക്സ് എന്ന് പറയുന്നത് 4ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് f(x) എന്ന് പറയുന്നത് 1/14 അപ്രോച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ അറ്റ് 4ൽ നമുക്കിവിടെ എന്താണ്? ഫംഗ്ഷൻ്റെ വാല്യൂ ആണ്. ഇനി നമ്മൾ 4 എന്ന് പറയുന്ന പോയിന്റിൽ, അതായത് അറ്റ് x = 4 എന്ന് പറയുന്ന പോയിന്റിൽ ചുമ്മാ വെറുതെ ഫംഗ്ഷൻ്റെ വാല്യൂ കൂടി നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. നമുക്ക് ആ വാല്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പോൾ അതെന്താ വരുന്നത്? 1/14 എന്നാണ് f(4)ൻ്റെ വാല്യൂ നമുക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് പറയാം? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 അല്ലേ, എക്സ്റ്റെൻഡിങ് ടു 4 1/4x - 2 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1/40 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് ലിമിറ്റ് കിട്ടിയത്. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കുക ഇതെങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കണം. അതിനുശേഷം നമുക്ക് ഓരോ വേർഡ്സും ഒരു പ്രോബ്ലം തന്നെ നമ്മൾ എഴുതുമ്പോൾ ഇപ്പം നമുക്കിങ്ങനെ പറയാൻ അറിയണം. അതായത് നമ്മൾ f(x) എന്ന് എടുക്കുന്നു, ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? നമ്മൾ ഡിനോമിനേറ്ററിലുള്ള ആ ഒരു ടേം എടുത്തിട്ട് =0 കൊടുത്ത് നോക്കുക. അപ്പം കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസിനായിരിക്കും നമ്മൾ നോട്ട് ഡിഫൈൻഡ് ആവുക. പിന്നെ നമ്മൾ ഈ ടേബിൾ വാല്യൂസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ തന്നെ പറയണം. എക്സ് ക്ലോസർ ടു 3 ആവുമ്പോൾ, ക്ലോസർ ആൻഡ് ക്ലോസർ ടു 3 ആകുമ്പോൾ f(x) ഗെറ്റ് ക്ലോസർ ടു ക്ലോസർ 6 ആയിരിക്കും. ദെൻ f(x) അപ്രോക്സിമേറ്റ് 6 ഫോർ എക്സ് ക്ലോസ് ടു 3 ആവുന്ന സമയത്ത് ഹെൻസ് നമ്മൾ ഗസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ത്? ലിമിറ്റ് ഇത് ഞാൻ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഗസ് ചെയ്യാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 x² - 9 / x - 3 വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതായിരുന്നു നമുക്ക് എന്ത് പറയുന്നത്? അതായത് ബൈ യൂസിങ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ ഉപയോഗിച്ചിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. ഇനി നമ്മൾ ലിമിറ്റ് വേറെയുള്ള തരത്തിലൊക്കെ ലിമിറ്റ് ഓരോ ഫംഗ്ഷൻസിനും കണ്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ബൈ യൂസിങ് ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ബൈ യൂസിങ് ന്യൂമറിക്കൽ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്.